പെരിങ്ങാട് പുഴയിൽ നിന്നും ശക്തമായ വേലിയേറ്റത്തിൽ പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിലെ ജലസ്രോതസ്സുകളിലേക്കും കൃഷിഭൂമിയിലേക്കും വ്യാപകമായി ഉപ്പുവെള്ളം കയറി. പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് പുഴയിൽ നിന്നും വീട്ടുവളപ്പിലെ കിണറുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഉപ്പുവെള്ളം കയറുന്നത്. കിണറുകളിൽ ഉപ്പുവെള്ളം കയറിയതോടെ ശുദ്ധജലത്തിനായി മറ്റു മാർഗങ്ങൾ തേടേണ്ട സ്ഥിതിയിലാണ് ഗ്രാമവാസികൾ. പലതവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹിയായ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു. നൂറുകണക്കിന് ആളുകളുടെ കുടിവെള്ളത്തിലേക്കാണ് ഉപ്പുവെള്ളം കയറിയിരിക്കുന്നത്. ഈ പാടത്തെ വെള്ളം ഉപയോഗിച്ച് പശുവിനെ വെള്ളം കുടിപ്പിക്കുകയും കുളിപ്പിക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ വെള്ളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പാടത്തെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ആ ശുദ്ധജലം നശിക്കുകയാണ് ഈ ഉപ്പുവെള്ളം കയറിയിട്ട്. ഇവിടെ ഒരു ചെറിയ ഇടബെണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ചെറ പോലെ ഇവിടെ ഉണ്ടായിരുന്ന ചെറ താന്നു കിടക്കുകയാണ്. ആ താന്നു കിടക്കുന്ന ചെറ ഒന്ന് കനം വെപ്പിക്കാൻ പോലും പഞ്ചായത്തിന് പറ്റുന്നില്ല എന്ന് വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്താണ് ചെയ്യുക? ഈ ഫോറസ്റ്റിന്റെ പേരും പറഞ്ഞ് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കനാലിന് കുറുകെ ചിറയിൽ മണ്ണിട്ട് കെട്ടി അടച്ചാണ് എല്ലാ വേനൽക്കാലത്തും പുഴയിൽ നിന്നുള്ള ഉപ്പുവെള്ളത്തെ തടഞ്ഞിരുന്നത്. മഴക്കാലമാവുന്നതോടെ പുഴയിൽ ഉപ്പ് ഇല്ലാതായാൽ മണ്ണ് നീക്കി ചിറ പൊളിച്ചു കളയുകയും ചെയ്യും. ഇപ്രാവശ്യവും പഞ്ചായത്ത് ഫണ്ട് പാസാക്കിയെങ്കിലും ചിറ കെട്ടാൻ സാധിച്ചില്ല. നിലവിൽ പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതിനാൽ വനം വകുപ്പിന്റെ അനുമതിയുണ്ടെങ്കിൽ മാത്രമേ ചിറ കെട്ടാൻ സാധിക്കൂ എന്ന് വാർഡംഗം പറഞ്ഞു. വനം വകുപ്പിന്റെ അനുമതി ലഭിക്കാതെ വന്നതാണ് ചിറകെട്ടൽ അനിശ്ചിതത്വത്തിലാക്കിയതും ഉപ്പുവെള്ളം പാടങ്ങളിലേക്ക് കയറിയതും. ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന പെരിങ്ങാട് പുഴ റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ പിൻവലിക്കണമെന്ന ആവശ്യവുമായി തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരത്തിലാണ് പ്രദേശത്തെ ജനങ്ങൾ. നിയമപരമായി പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്ന പെരിങ്ങാട് പുഴയെ വനം വകുപ്പിന്റെ പരിധിയിലാക്കിയപ്പോൾ കയ്യേറിയിട്ടും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ പുഴയെ പുഴയായി സംരക്ഷിക്കുവാനോ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസിയായ UK രാമൻ പറഞ്ഞു. എല്ലാ ആൾക്കാരുടെ വിഷയത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യുന്നത്? പഞ്ചായത്ത് നടപടി എടുക്കുന്നില്ല. എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. വരുന്ന വെള്ളം ഞങ്ങൾ കെട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ അത് ഫോറസ്റ്റിൻ്റെ സ്ഥലമായിട്ട് മെമ്പർ പറഞ്ഞ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് കെട്ടണ്ട മണ്ണ് അവർ വന്നിട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് നിർത്തിയിരിക്കുകയാണ്. ഉപ്പുവെള്ളം കയറിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നിരന്തരമായി സമരം നടത്തിയിട്ടും പഞ്ചായത്ത് ഭരണസമിതിയും സർക്കാരും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. TCV ന്യൂസ്, പാവറട്ടി.